വീണ്ടും ആക്രമണം. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആക്രമണത്തിനിരയായ സെക്യൂരിറ്റിക്കാരൻ മരണപ്പെട്ടു. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈയിടെ പരോളിനിറങ്ങിയ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് വ്യക്തമാക്കി. തുടരന്വേഷണത്തിന് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് DGP. എന്നാടായി കാണണേ? ഇതാരുടെ? അത് മൊബൈൽ സൂക്ഷിച്ചോണം. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് വരാം. പരോൾ ഇറങ്ങിയിട്ട് നിനക്ക് കൊലപാതകവും മോഷണവും ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞതാണ്. ഇനി ഒരിക്കൽ കൂടി എന്റെ കയ്യിൽ വന്ന് പെട്ടേക്കരുത്. സാർ അവൻ എടുത്തോണ്ട് സാർ, ഞാൻ ഇപ്പൊ തന്നെ ഹാജരാക്കാം. എന്തൊക്കെയാ ഈ നടക്കുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പടച്ചോനെ. സർ, അവനകത്തുണ്ടോ? അകത്തുണ്ട് സാർ. കൈ താഴ്ത്തിയിട്ടോ. ഡോ അലക്സേ, CCTV ദൃശ്യങ്ങൾ തനിക്ക് എതിരാണല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനല്ല സാറേ. പിന്നെ ആരാ? ബൈക്കിൽ വന്ന രണ്ടുപേരാ. അതങ്ങനെ താൻ ഉറപ്പിച്ചു പറയും? ഞാൻ കണ്ടതാ. എന്നാ കണ്ടെന്നാ? ബൈക്കിൽ വന്ന രണ്ടുപേര് സെക്യൂരിറ്റി ആക്രമിക്കുന്നത്. ആ ബൈക്കോ അതിൽ വന്നവരെയോ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? എന്താടോ, കള്ളം പറയാനുള്ള പരിപാടിയാണോ? അല്ല സാർ. പിന്നെ താനല്ലേ പറഞ്ഞോ താൻ ഹെൽമെറ്റ് വലിച്ചൂരിപ്പോ അവരുടെ മോൻ കണ്ടെന്ന്? ആ, ചെറുതായിട്ട് കണ്ടു. ചെറുതായിട്ട് കണ്ടു. തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയണം. ഡോ സർ, ആ സാക്ഷികളെ വിളിച്ചേ. ഇയാൾ ആക്രമിച്ച് അവശനാക്കിയ സെക്യൂരിറ്റിയെ നിങ്ങളല്ലേ ആശുപത്രിയിൽ എത്തിച്ചത്? ആശുപത്രിയിൽ എത്തിച്ചത് ഞങ്ങളാ സാർ. പക്ഷേ പറഞ്ഞോ സാർ, ഇയാൾ ആക്രമിക്കുന്ന ഞങ്ങൾ കണ്ടില്ല, പക്ഷേ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു. ഇയാളെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല സാർ, ആദ്യമായിട്ടാണ്. നിങ്ങൾ എന്തിനാ ആ വഴി വന്നേ? സാർ, കൊറ്റാമ്മ വഴി പോയാൽ സന്നിധാനത്ത് 2.5 മണിക്കൂർ നേരത്തെ എത്താം, അതുകൊണ്ടാ സാർ. ശരി ശരി വിട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും കേട്ടോ. ശരി സാർ. ചെല്. ഓ സ്വാമി ശരണം. അലക്സേ, പരോളിലിറങ്ങിയ തടവാനായതുകൊണ്ടാ തന്റെ ദൃശ്യം CCTV ക്യാമറ കണ്ടപ്പോൾ ഞങ്ങളുടെ സംശയം ഇരട്ടിച്ച്. ആ സെക്യൂരിറ്റിക്കാരൻ്റെ മരണമൊഴി ഇതുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുവഴി ഒരു ബൈക്ക് പാസ് ചെയ്യേണ്ട ദൃശ്യം CCTV കിട്ടിയിട്ടുണ്ട്. അതേ ബൈക്കിന്റെ ദൃശ്യം തൊട്ടടുത്ത പെട്രോൾ പമ്പിലും പതിഞ്ഞിട്ടുണ്ട്. അവരാരാണെന്ന് കണ്ടെത്താനായി കഴിഞ്ഞാൽ തനിക്ക് തൽക്കാലം രക്ഷപ്പെടാം. എന്നാ താപ വിട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. അലക്സേ, നിന്നെ പോലീസ് കൊണ്ടുപോയി പിന്നെ ഇതിനകത്ത് ഒരുപാട് കോള് വന്നായിരുന്നു. ഞാനെടുത്തില്ല. പക്ഷേ എനിക്കിപ്പോൾ അറിയേണ്ടത് വേറൊരു കാര്യമാണ്. ഇതേപ്പറ്റി നീ ഒന്നും പറഞ്ഞില്ലായിരുന്നു. നിർത്തണേ. ആരാണ് തല്ലിയിട്ടിട്ട് ഒന്ന് ആശുപത്രി ആരോ തല്ലിയിട്ടതാ. ഹോസ്പിറ്റലിൽ വിട്ടാ പേടിക്കേണ്ട, സ്വാമിമാരെ അവർ കൊണ്ട് കൊണ്ടുപോയിക്കോളൂ. വണ്ടി
ബൈക്കിലുണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാള് ഷൈന, എന്റെ മകൻ. പടച്ചോനെ, നീ എന്നെ ഈ പറയണേ. എപ്പോഴും ഈ നമ്പറിൽ നിന്നാ വിളിക്കണേ. എന്നതാ ഫോൺ എടുക്കാത്തെ? വിളിച്ചു മടുത്തു. നിന്റെ വാക്കം കേട്ട് ഇറങ്ങി തിരിച്ചതാ. എല്ലാം ഒപ്പിച്ച് ഫോൺ എടുക്കത്തില്ല. വാർത്ത കണ്ടല്ലോ. ഞാനാകെ വല്ലാത്ത ടെൻഷനില്ല. എല്ലാം പപ്പയോട് പറയാൻ പോവാ. നോക്കിക്കോ, നീ കുടുങ്ങും. നമുക്ക് ആകെയുള്ളൊരു പിടിവള്ളി ഈ മൊബൈലാ. ഇതിപ്പോ ഏതായാലും കയ്യിലുണ്ട്. CCTV ദൃശ്യങ്ങൾ നോക്കി പോലീസ് എങ്ങനെയെങ്കിലും ബൈക്ക് കണ്ടുപിടിക്കും. അതിനുമ്പ് നമുക്ക് ഈ വിളിക്കുന്നയാളെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എന്റെ മോൻ കൊലക്കുറ്റത്തിനകത്താവും. അല്ലോ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. ഇതൊക്കെ ഒരുപക്ഷെ അവളുടെ ഒരു തീരുമാനമായിരിക്കും, ആനിയുടെ. അല്ലെങ്കിൽ ഈ മൊബൈൽ നിന്റെ കയ്യിൽ കിട്ടേണ്ട കാര്യമില്ലല്ലോ. ഇനി ആകെ 10 ദിവസമുള്ളൂ. അത്രയും സമയം കൊണ്ട് എന്റെ മോനെ കണ്ടുപിടിക്കണം.